ഇസ്രായേൽ നീക്കം വെടിനിർത്തൽ കരാറിനെ കടുത്ത പ്രതിസന്ധിയിലെത്തിച്ചതായി ഹമാസ്. ഈ സ്വഭാവത്തിൽ കരാർ അധികം നീളില്ലെന്നും ഹമാസിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാവി ആശങ്കയിലെന്ന് പശ്ചിമേഷ്യൻ ചുമതലയുള്ള UN പ്രതിനിധിയും. ഗസയിലെ വംശഹത്യാ കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സമർപ്പിച്ച ഹർജി തള്ളി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു പലസ്തീൻ പൗരൻ കൂടി കൊല്ലപ്പെട്ടു. ഗസയിൽ കെട്ടിടം തകർന്നും ഒരു മരണം. MCA നാസർ ചേരുന്നുണ്ട്. നാസർ, ഈ കരാറിന്റെ കാര്യത്തിൽ അത് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് ഹമാസ് ഉൾപ്പെടെ പറയുന്ന സാഹചര്യത്തിലേക്ക്, അതും രണ്ടാം ഘട്ടത്തിന്റെ ചർച്ചകൾക്ക് തൊട്ടു മുമ്പായാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. മാത്രവുമല്ല, ICJയിൽ നിന്ന് ഇസ്രായേലിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. ഇനി ഏതാണ്ട് ഒക്ടോബർ 10 നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ അത് നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉയർന്ന നേതാവിനെ തന്നെ ആക്രമണത്തിലൂടെ വകവരുത്തിയ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടിയാണ് നിലപാട് കടുപ്പിക്കാൻ ഇപ്പോൾ ഹമാസ് നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ അമർച്ച ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ അന്തർദേശീയ സമൂഹം കൈക്കൊള്ളണം. അല്ലാത്ത സാഹചര്യത്തിൽ ഈ പശ്ചിമേഷ്യൻ സമാധാനം ഇനിയും ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഹമാസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നീക്കങ്ങളും അനുകൂലമായിട്ട് ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ആക്രമണം പിന്നെ ആസൂത്രിതമായ സ്വഭാവത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ 800-ലധികം തവണയാണ് ഈ 2 മാസത്തിലേറെ നീണ്ട ഈ കരാർ നിരന്തരം ലംഘിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് 393 പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1000-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നത് ഈ വംശഹത്യാ പദ്ധതിയുമായി തന്നെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള വളരെ അഹന്ത നിറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും സൈനിക താല്പര്യങ്ങളോട് കൂടിയ ഒരു നീക്കമാണ് ഇസ്രായേൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി എന്തു വേണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അന്തർദേശീയ സമൂഹവും അമേരിക്കയും ആലോചിക്കണം എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അല്പം മുമ്പ് UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. ഫലസ്തീൻ പ്രതിസന്ധി തന്നെയാണ് അതിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഗസയും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അതിക്രമങ്ങളും പ്രധാനമായി തന്നെ ഈ 15-അംഗ രക്ഷാസമിതി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അല്പം മുമ്പ് US-ന്റെ അമേരിക്കയുടെ പ്രതിനിധിയാണ് രക്ഷാസമിതി യോഗത്തിൽ സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിന് മുമ്പിലുള്ള രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നത് ഒരു മൃതദേഹം കൂടി ഹമാസ് കൈമാറേണ്ടതുണ്ട്. 28 പേരുടെ മൃതദേഹങ്ങളായിരുന്നു ഇസ്രായേലിന് കൈമാറേണ്ടത്. അതിൽ 27 പേരുടെ മൃതദേഹം കൈമാറിയിട്ടുണ്ട്. ആ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ പോലും കൈമാറിയിട്ടില്ല. അത് കൈമാറിയെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ചക്ക് ഒരു അവസരം തുറക്കാൻ സാധിക്കൂ എന്നൊരു നിലപാടാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇസ്രായേലിന്റെ അതേ നിലപാട് തന്നെയായിരിക്കും അമേരിക്കൻ പ്രതിനിധി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുകയാണ്. പക്ഷേ ഇതുവരെയും ആ മൃതദേഹം കണ്ടെത്താൻ ഹമാസിന് സാധിച്ചിട്ടില്ല. റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും സംഘാംഗങ്ങളും പൂർണ്ണമായിട്ടുള്ള സഹായം ഈ തെരച്ചിലിനായിട്ട് അവർ ഈ ഭാഗമാക്കാണ് ആ തെരച്ചിൽ പ്രക്രിയയിൽ. പക്ഷേ ഇതുവരെയും മൃതദേഹം കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യത്തിൽ ആ നിസ്സഹായത ഇപ്പോൾ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തെരച്ചിൽ തുടരുകയാണ്. മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന് കൈമാറുമെന്ന ഒരു വിശദീകരണമാണ് അല്പം മുമ്പ് ഹമാസ് നേതൃത്വം നൽകിയിരിക്കുന്നതും. ധന്യ. യെസ്, മാത്രമല്ല ഈ ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും തടസ്സമായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നതിൽ ധാരണ എത്തിയിട്ടുണ്ടോ? സൈന്യത്തെ ഏൽപ്പിക്കുന്ന കാര്യം, മറ്റൊന്ന് ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യം, ഈ വിഷയങ്ങളിലൊക്കെ എപ്പോഴായിരിക്കും 29-ന് നടക്കുന്ന ചർച്ചയിൽ മാത്രമായിരിക്കുമോ നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കുക? എന്ത് നീക്കമാണ് നടത്തുന്നത് എന്നത് അറിയുന്നുണ്ടോ? അറബ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം അതിനേത് രീതിയിലാണ് പിന്തുണയ്ക്കുന്നത്? എത്രത്തോളം നിരാശരാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ.
തന്നെ നമുക്കറിയാൻ സാധിക്കും, നീണ്ട 2 വർഷം നീണ്ട ഈ വംശഹത്യയിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ ദുരന്ത ചിത്രങ്ങൾ ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഈ യുദ്ധം പരിക്കേൽപ്പിച്ചിരിക്കുന്ന മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കൊരു സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ചികിത്സാ സംവിധാനം പോലും ഒരുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. 15,000 പേർക്കെങ്കിലും ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് UN നേതൃത്വവും അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടനയും ഒക്കെ ഇസ്രായേലിനോട് അപേക്ഷകൾ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി പോലും ഇതുവരെയും ഇസ്രായേൽ നൽകിയിട്ടില്ല. ഏതാണ്ട് മരണസംഖ്യ ഇപ്പോൾ ഈ 2 കൊല്ലത്തെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ 70,400ഓളമായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ പല ഭാഗത്തു നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താതെ കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിലുണ്ട്. അപ്പോൾ ഈ അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്യുക എന്ന ഏറ്റവും ഭാരിച്ച ആ കൃത്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. പുനർനിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടക്കേണ്ട കാര്യങ്ങളാണിത്. അതുമാത്രമല്ല, ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ പോലും ഇനിയും അവസരം ഒരുങ്ങിയിട്ടില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ, ഭക്ഷണം, മരുന്ന്, വെള്ളം, അടിസ്ഥാന ഉപാധികൾ, താൽക്കാലിക താമസ പ്രതികൂലമായപ്പോൾ എന്താണ് ഇപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ടെന്റുകൾ പോലും ഇല്ലാതായി. ഇവർക്കൊരു വീട് നിർമ്മിക്കാനോ ഇല്ലെങ്കിൽ ടെന്റ് തന്നെ കെട്ടാനോ ഉള്ള സാമഗ്രികളൊന്നും ലഭ്യമായിട്ടില്ല. അതിർത്തികൾ ആ രീതിയിലാണ് ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തുറക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നേരത്തെ MC പറഞ്ഞതുപോലെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ മോശം കാലാവസ്ഥ കൂടി എത്തുന്നത്. എന്താണ് ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ? പിന്നെ തീർച്ചയായിട്ടും ഈ 2 കൊല്ലത്തെ കൊടിയ യുദ്ധത്തിന്റെ ബാക്കിപത്രം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഞ്ഞടിച്ചിരിക്കുന്ന കാറ്റും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ലൈനിൽ ചെറിയ തകരാറുണ്ട്. MC പറഞ്ഞതുപോലെ ആ യുദ്ധത്തിന്റെ ബാക്കി പത്രം അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭമായി വന്ന് വലിയ കാറ്റായിരുന്നു. മാത്രവുമല്ല കടുത്ത തണുപ്പാണ്. ഒപ്പം തന്നെ മഴയും ഉള്ളത് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും ഗസയെ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദുരവസ്ഥയിലാണ് MC-യെ വീണ്ടും ചെയ്യുന്നുണ്ട്. MC തുടർന്നോളൂ. അപ്പോൾ അത്രയും ദുരിതപൂർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 30,000 ടെന്റുകളാണ് പൂർണ്ണമായിട്ടും തകരുകയും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കയറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തൊരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങൾ, ഭക്ഷണം, വെള്ളം, മരുന്ന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, ഉപകരണങ്ങൾ ഇതൊക്കെ എത്തിക്കണമെന്ന് UN പൊതുസഭ തന്നെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. UN രക്ഷാസമിതി ആവശ്യപ്പെട്ടതാണ്. അന്തർദേശീയ സമൂഹം ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടതാണ്. പ്രകൃതിക്ഷോഭത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ജനതയ്ക്ക് സഹായം എത്തിക്കുക എന്നത് അന്താരാഷ്ട്ര ചാർട്ടറിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതുപോലും നൽകാൻ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. കാരണം ഈ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഹമാസ് ദുരുപയോഗം ചെയ്യും എന്നൊരൊറ്റ വാദം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ തടയാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. റഫ അതിർത്തി തുറക്കണമെന്ന് പലവട്ടം ഈ കരാറിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ലോകം ആവശ്യപ്പെട്ടതാണ്. അതും നടപ്പായിട്ടില്ല. 160ഓളം രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി രംഗത്ത് വന്നതാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് നടപ്പാക്കേണ്ടത് ആര് എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നേരത്തെ നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ യോബ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അത് മറികടക്കാൻ വേണ്ടി ഇന്നലെ വീണ്ടും ഹർജി നൽകുകയാണ് ഇസ്രായേൽ ചെയ്തത്. പക്ഷേ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വംശഹത്യാ നടപടികൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രത്യേക ബെഞ്ച് തന്നെ ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ മാനുഷികമായിട്ടുള്ള ഇടപെടൽ നടത്താൻ UN-ഉം അതോടൊപ്പം തന്നെ അന്തർദേശീയ സമൂഹവും തയ്യാറാകണം. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തൊന്നും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഈ ജനതയുടെ ദുരിതപർവം കൂടുതൽ തീക്ഷ്ണമായ സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ധന്യവാദം. ശരി MC.
ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി ആയിരക്കണക്കിന് ടെന്റുകൾ എത്തിച്ച് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗസയിലേക്ക് തുടർച്ചയായി നൽകുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമാണിത്. കെയ്റോയിലെ ഒമാൻ എംബസിയുടെയും ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെയും ഏകോപനത്തോടെയാണ് സഹായം എത്തിച്ചത്. മോശമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന പലായനം ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കാൻ ഈ ടെന്റുകൾ വഴി സാധിക്കും. ഇതിനോടകം ദുരിതാശ്വാസ സാമഗ്രികൾ, ഭക്ഷണ വിതരണം, താമസത്തിനുള്ള വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള 16 വിമാനങ്ങൾ ഗസയിലേക്ക് ഒമാൻ അയച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒമാനിലെത്തും. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70 വർഷം പൂർത്തിയായ വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. ജോർദാൻ, എത്യോപ്യ അടക്കം 3 രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ ഒടുവിലാണ് പ്രധാനമന്ത്രി ഒമാനിലേക്ക് എത്തുന്നത്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. One of the important engagement that the Honorable Prime Minister would be having would be interacting with the Indian community members. The arrival of Honorable Prime Minister would also be the cause of celebrating 50 years of very robust presence of CBSE education system in Oman. ഇന്ത്യയും ഒമാനും തമ്മിൽ നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധമാണുള്ളത്. ഇത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയായി സന്ദർശനം മാറുമെന്നും ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള സഹകരണവും ഇരു രാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക കരാർ ഒപ്പിടാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ 2ാമത് ഒമാൻ സന്ദർശനമാണിത്. മീഡിയ 1, മസ്കത്ത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യയും UAE-യും. അബുദാബിയിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിക്ക് UAE പിന്തുണ അറിയിച്ചു. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളും യോഗത്തിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ അധ്യക്ഷതയിൽ അബുദാബിയിലാണ് ഇന്ത്യ UAE ജോയിന്റ് കമ്മീഷൻ യോഗം നടന്നത്. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണത്തിന്റെ പുരോഗതി യോഗം വിലയിരുത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ സജീവ ചർച്ച നടന്നതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ ചർച്ചയിലാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത അറിയിച്ചത്. ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നടക്കുന്ന AI പ്രത്യാഘാത ഉച്ചകോടിക്ക് പിന്തുണ അറിയിച്ച UAE ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി. അടുത്ത മന്ത്രിതല സംയുക്ത യോഗം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി അബുദാബിയിലെത്തിയ വിദേശകാര്യമന്ത്രി UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ്, സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ്, മുബാദല CEO ഖൽദൂൻ മുബാറക് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അബുദാബിയിൽ നടക്കുന്ന സർബനിയാസ് ഫോറത്തിലും മന്ത്രി പങ്കെടുത്തു. മീഡിയ 1, അബുദാബി. UAE-യിൽ മഴ തുടരുന്നു. ഫുജൈറ, ഗോർഫുഖാൻ തുടങ്ങി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇന്നും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ്. കിഴക്കൻ മേഖലകളിലാണ് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഫുജൈറ, കോർഫുഖാൻ, കൽബ, ദിബ തുടങ്ങിയ മലയോര മേഖലകളിൽ ഇന്ന് ഉച്ചയോടെയാണ് മഴ കനത്തത്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ഉപരിതല ന്യൂനമർദ്ദത്തോടൊപ്പം കിഴക്കൻ ദിശയിൽ നിന്ന് ഈർപ്പമേറിയ കാറ്റ് വീശുന്നതാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മലയോര മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് അലർട്ടും സമീപ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടുകൾക്കും വാദികൾക്കും സമീപം പോകരുതെന്നും പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വരും മണിക്കൂറുകളിലും വടക്കൻ എമിറേറ്റുകളിലും കിഴക്കൻ മേഖലകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. മീഡിയ 1, ദുബായ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി കനത്ത മഴ തുടരുകയാണ്. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും പല ഭാഗത്തായും മഴയുണ്ട്. അതിശക്തമല്ലെങ്കിലും വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. റിയാദിൽ മഴ ആസ്വദിക്കാൻ വാദിയിലേക്ക് പോയ കുടുംബം അപകടത്തിൽപ്പെട്ട് 3 സൗദികൾ മരണപ്പെട്ടിരുന്നു. വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. ഇന്നലെ മുതൽ തുള്ളിക്കൊരു കുടം കണക്കെയായിരുന്നു മഴ. അല്പനേരം പെയ്താൽ തന്നെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ്.
ഇടമുറിഞ്ഞാണ് മഴ. ഭൂരിഭാഗം സമയത്തും ശക്തമല്ല. എന്നാൽ മണലിൽ മഴ പെയ്താൽ വെള്ളം പൊങ്ങും. റിയാദിൽ ഇന്നലെ ഗതാഗതം താറുമാറായിരുന്നു. ഇന്ന് റിയാദ് കിഴക്കൻ പ്രവിശ്യ ഹായിൽ, കസീം, അസീർ, ജീസാൻ മേഖലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചതാണ്. മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും റിയാദ് നഗരത്തിലേക്ക് കാര്യമായി മഴ എത്തിയിട്ടില്ല. അതേസമയം തണുപ്പ് കൂടുകയും ചെയ്തു. റിയാദ് നഗരത്തിനു മുകളിൽ മഴക്കാറും ഒപ്പം കോടമഞ്ഞും തുടരുന്നുണ്ട്. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും സ്കൂളുകൾ ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. വാരാന്ത്യം അടുത്തതോടെ റിയാദ്, കസീം, മദീന, കിഴക്കൻ പ്രവിശ്യ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുലർച്ചകളിൽ കനത്ത കോടമഞ്ഞിനും സാധ്യതയുണ്ട്. ഇന്ന് കസീം, ഹായിൽ, അറാർ, കിഴക്കൻ പ്രവിശ്യകളിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. പോയ വാരം മഴ പെയ്ത മക്ക പ്രവിശ്യയിലെ പല ഭാഗത്തും പച്ചപ്പും പ്രത്യക്ഷപ്പെട്ടു. ഹറമിലേക്ക് പോകുന്നവർ യാത്രയിൽ മുൻകരുതലിന്റെ ഭാഗമായി മാസ്ക് ധരിക്കുന്നതും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതും ഗുണമാകും. ആരോഗ്യ മന്ത്രാലയവും ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച വൈകുന്നേരം മുതൽ അസ്ഥിര കാലാവസ്ഥ രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴ വെള്ളിയാഴ്ച വരെ തുടരാനാണ് സാധ്യത. ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും മൂടൽമഞ്ഞും അനുഭവപ്പെടാമെന്നും കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദരാർ അലാലി അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ ശക്തമായ കാറ്റ് വീശുമെന്നും അറിയിച്ചു. ഇതോടെ കടൽ പ്രക്ഷുബ്ധമാവുകയും തിരമാലകൾ 7 അടിയിലധികം ഉയരുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മഴ ക്രമേണ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ദോഹ ഉൾപ്പെടെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. പലയിടത്തും ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഉച്ചവരെ മഴ നീണ്ടു. തലസ്ഥാനത്തുടനീളം മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു. ഇന്ന് രാത്രിയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അൽഗുവൈരിയയിലാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. 16 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ദേശീയ ദിനാഘോഷത്തിന്റെ തിരക്കിലാണ് ബഹ്റൈൻ. അന്നം തരുന്ന രാജ്യത്തിന്റെ ആഘോഷത്തിൽ പ്രവാസി സമൂഹവും ഏറെ ആഹ്ലാദത്തിലാണ്. സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കൂടി ആഘോഷമായാണ് പ്രവാസികൾ ദേശീയ ദിനത്തെ കാണുന്നത്. ബഹ്റൈനിൽ നിന്ന് ഷഫി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷഫി, എങ്ങനെയാണ് ദേശീയ ദിനാഘോഷം ബഹ്റൈൻ ആഘോഷമാക്കുന്നത്? 54ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് ബഹ്റൈൻ. രാജ്യമെങ്ങും പൊടിതോരണങ്ങളും അലങ്കാര ദീപങ്ങളും ഒക്കെ കൊണ്ട് വർണ്ണശബളമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ വ്യത്യാസമില്ലാതെ ഈ ആഘോഷത്തിൽ ബഹ്റൈനിലെ സർവ്വ മനുഷ്യരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ദേശീയ ദിനം ആഘോഷിക്കാൻ മലയാളികളും പ്രവാസി മലയാളികളും എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ദേശീയ ദിനാഘോഷങ്ങളൊക്കെ? ദേശീയ ദിനാഘോഷം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കുടുംബത്തോടൊപ്പം. നല്ല രീതിയിലുള്ള ലൈറ്റുകൾ ബഹ്റൈനിലുടനീളം ഉണ്ട്. പ്രാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇവിടുത്തെ വിവിധ സംഘടനകളും ഈ ബഹ്റൈൻ ദേശീയ ദിനം വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. സന്തോഷം, നല്ല എന്താ പറയാ, നാഷണൽ ഡേ ആയിട്ട് വളരെ സന്തോഷമായിട്ട് മക്കളായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് വരുന്നത്. ഹാപ്പി നാഷണൽ ഡേ. നാഷണൽ ഡേ ആഘോഷിക്കാൻ വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബഹ്റൈൻ നാഷണൽ ഡേ. അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ബഹ്റൈന്. ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. നാഷണൽ ഡേ അടിച്ചു പൊളിക്കാം. നല്ല സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. ബഹ്റൈനിൽ കുറേ വർഷമായി താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ വളരെയേറെ ഒരു പ്രയാസം തന്നെയാണ്. നമ്മള് ഇവിടെ ഓരോ നാഷണൽ ഡേയും ഞങ്ങളുടെ സ്വാതന്ത്ര്യദിനം പോലെ ആഘോഷിക്കാറുണ്ട്. എൻ്റെ പേര് ഷിജന. ബഹ്റൈൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് പോലെ തന്നെയാണ്. ഇത് പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പവിഴം തന്നെയാണ്. ഞാൻ 4 വർഷമായി ഇപ്പോൾ ബഹ്റൈനിൽ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഈ വർഷം നാഷണൽ ഡേ വളരെ വിപുലമായി തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റ്സും ഷോസും ഒക്കെ ഉണ്ട്. പിന്നെ നാഷണൽ ഡേ അവധിയാണ് നാളെ മറ്റന്നാൾ. അപ്പോൾ എല്ലാവരും ഫെസ്റ്റിവൽ മോഡിലാണ്. ഇവിടെ വിൻ്റർ ബ്രേക്കും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ അവധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി നാഷണൽ ഡേ. ഞാൻ സല്ലാക്കിൽ നിന്നാണ്. എല്ലാവർക്കും എൻ്റെ നാഷണൽ ഡേ ആശംസകൾ നേരുന്നു. ഞങ്ങൾ സല്ലാക്ക് തൊട്ട് ലൈറ്റുകൾ കാണാൻ ഇറങ്ങിയതാണ്. നാളെ എന്തായാലും തിരക്കാന്നറിയാം. അപ്പോൾ പിള്ളേരെ കൊണ്ട് വരാൻ ബുദ്ധിമുട്ടിന് ഇന്നേ തൊട്ട് ഞങ്ങൾ സല്ലാക്ക്, പിന്നെ ഉമ്മൽ ഹസം, മുഹറക്ക്, അങ്ങനെ ലൈറ്റ് എല്ലാം കണ്ട് ഇനി നേരെ റൈഫയിലേക്ക് പോവാം. അവിടെ കുറച്ച് ലൈറ്റൊക്കെ കാണാനുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക്. നാട്ടിലുള്ള അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നാഷണൽ ഡേ എല്ലാ കൊല്ലം നമ്മൾ ആഘോഷിക്കാറുണ്ട്. സാധാരണ നമ്മൾ കൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറിൽ നമ്മൾ റിഫേലൊക്കെ പോയിട്ട് ഇതാണ്. ഇന്നിപ്പോൾ നല്ല തണുപ്പും ചെറിയ മഴയും പിന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. പിള്ളേരൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കണം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. പെറ്റുമ്മയെ പോലെയാണ്. മൊത്തത്തിൽ 23 വർഷത്തോളായി നല്ല ഒരു എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ കൊല്ലം ഒരു വർഷവും ഞാൻ വിടാറില്ല. ഏകദേശം ഒരു 10-12 കൊല്ലം ഇവിടെ നല്ലതായിട്ട് പോകുന്നു. ഇന്ന് നാഷണൽ ഡേ നല്ല ആഘോഷവും നല്ല സന്തോഷവും. സൗദിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി 180 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതായി കണക്ക്. മെയ്ഡ് ഇൻ സൗദി അറേബ്യ പദ്ധതിയുടെ ഭാഗമായാണ് ഉൽപാദനം. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മെയ്ഡ് ഇൻ സൗദി അറേബ്യ പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യത്ത് വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ വിപണി 180 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് നിലവിലെ കണക്ക്. സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫാണ് ഇക്കാര്യം അറിയിച്ചത്. റിയാദിൽ നടക്കുന്ന 3ാമത് മെയ്ഡ് ഇൻ സൗദി അറേബ്യ പ്രദർശനോദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിലൂടെ എണ്ണയിതര കയറ്റുമതിയിൽ റെക്കോർഡ് വളർച്ച കൈവരിക്കാൻ സഹായിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെയ്ഡ് ഇൻ സൗദി വിപണിയിൽ 3700-ലധികം ദേശീയ കമ്പനികൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോക വിപണിയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം 19,000-ൽ കൂടുതലാണ്. മെയ്ഡ് ഇൻ സൗദി അറേബ്യ ലോഗോ ആലേഖനം ചെയ്ത പാക്കുകളിലാണ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക. സൗദി വ്യവസായത്തിന്റെ വികസനം, സൗദിയുടെ ദേശീയ ബ്രാൻഡിംഗ്, വ്യവസായ പ്രോത്സാഹന പദ്ധതികൾ തുടങ്ങിയവയാണ് മെയ്ഡ് ഇൻ സൗദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുക, ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ആഗോള വിപണിയിലെ ചലനങ്ങളെ തുടർന്ന് കുവൈറ്റിൽ സ്വർണ്ണവില ഉയർന്നു. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് ഏകദേശം 42.5 ദിനാറായും 22 കാരറ്റ് സ്വർണം 38.78 ദിനാറായും ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം 1 കിലോഗ്രാം വെള്ളിയുടെ വില ഏകദേശം 660 ദിനാറായി വർദ്ധിച്ചു. സാമ്പത്തിക അനിശ്ചിതത്വവും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ താൽപര്യം വർദ്ധിച്ചതാണ് വില ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ആഗോള വിപണിയിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് മാർക്കറ്റ് നിരീക്ഷകർ അറിയിച്ചു. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ നാളെയാണ്. ഫ്രഞ്ച് ക്ലബ് PSG-യും ബ്രസീലിയൻ ക്ലബ് ഫ്ലെമൻഗോയും തമ്മിലാണ് പോരാട്ടം. ദോഹയിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. യുഫ ചാമ്പ്യൻസ് ലീഗ് വിജയി എന്ന നിലയിലാണ് PSG ഫൈനലിൽ പ്രവേശിച്ചത്. വിവിധ ക്ലബ്ബുകളുമായി മത്സരിച്ചാണ് ഫ്ലെമിംഗോ ഫൈനലിലെത്തുന്നത്. ഉസ്മാൻ ഡെംബലെ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ PSG-ക്കായി പന്തുതട്ടും. റോഡ് ടു ഖത്തർ വഴി മത്സരത്തിന്റെ ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ടെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഫിഫ അറബ് കപ്പ് ഫൈനലിൽ മൊറോക്കോയും ജോർദാനും നേർക്കുനേർ. ആദ്യ സെമിയിൽ UAE എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കിയാണ് മൊറോക്കോ ഫൈനൽ യോഗ്യത നേടിയത്. രണ്ടാം സെമിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സൗദിയെ വീഴ്ത്തിയാണ് ജോർദാൻ ഫൈനൽ ഉറപ്പിച്ചത്. ലുസൈൽ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്കാണ് കലാശപ്പോര്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഖലീഫ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ സൗദിയും UAEയും ഏറ്റുമുട്ടും. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഗിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ വെള്ളിയാഴ്ചയാണ്. അൽ ഹിലാലിലെ അൽ അലി സ്റ്റേഡിയത്തിൽ മലപ്പുറവും തൃശൂരും തമ്മിലാണ് കലാശപ്പോര്. മത്സരത്തിന് മുന്നോടിയായി സംഗീത നൃത്ത പരിപാടികളും അരങ്ങേറും. ഗ്രൂപ്പ് നോക്കൌട്ട് ഘട്ടങ്ങളിൽ പരാജയമറിയാതെയാണ് ഗ്രാൻഡ്മാൾ FC മലപ്പുറവും QRI FC തൃശൂരും ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. സെമി ഫൈനലിൽ എറണാകുളം, കോഴിക്കോട് ടീമുകളെയാണ് ഇരുവരും തോൽപ്പിച്ചത്. ഫൈനൽ മത്സര ദിവസം ആരാധകർക്കായി കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സരിഗമപ്പ, ബിഗ് ബോസ് ഷോകളിലൂടെ ശ്രദ്ധേയനായ അക്ബർ ഖാൻ സംഗീത നിശയ്ക്ക് നേതൃത്വം നൽകും. പ്രതാപ് ദാസ്, റിയാസ് കരിയാട് എന്നിവരും പങ്കെടുക്കും. MES സ്കൂൾ ബ്രാൻഡിന്റെ പ്രകടനവും ഉണ്ടാകും. ഖത്തറിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള മിനിസ്റ്റീരിയൽ ലെവലിലുള്ള ആളുകളൊക്കെ തന്നെയും നമ്മുടെ അതിഥികളായിട്ട് അന്ന് പങ്കെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി ബിബുൽ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എംബസിയിൽ നിന്നുള്ള മറ്റ് ഡിപ്ലോമാറ്റ്സിനെയും നമ്മളതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സൊക്കെ തന്നെയും അവിടെ വരും. അങ്ങനെ ഒരു പ്രവാസികളുടെ, പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു
എല്ലാവരും നേതൃത്വത്തിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വലിയൊരു ഇവന്റ് ആയിരിക്കും 19-ാം തീയതി നടക്കുക. സൂപ്പർ കപ്പിന് പിന്നാലെ ഈസക്ക സെവൻസ് ടൂർണമെന്റും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 200-ലേറെ കളിക്കാർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16 ടീമുകളാണ് ഉണ്ടാകുക. ഫെബ്രുവരി ആദ്യ വാരം ഫൈനൽ നടക്കുന്ന തരത്തിലാകും മത്സരങ്ങളുടെ ക്രമീകരണം. കിഫ് ആക്ടിംഗ് പ്രസിഡന്റ് സുഹേൽ ശാന്തപുരം, ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഇക്ബാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. റിയാദ് സീസണിലെ ഏറ്റവും ജനകീയമായ ഫ്രീ സോണാണ് റിയാദ് സൂ. 6 തീം സോണുകളും ലൈവ് ഷോകളും വന്യമൃഗങ്ങളും നിറയുന്നതാണ് ഇവിടുത്തെ കാഴ്ച. മൃഗങ്ങളെ അടുത്തു നിന്ന് കാണാനും അറിയാനും കഴിയുന്ന തരത്തിലാണ് ഇത്തവണ സൂ തുറന്നിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം റിയാദ് സൂ വീണ്ടും തുറന്നിരിക്കുകയാണ്. കൂടുതൽ മൃഗങ്ങളും വിവിധ എന്റർടൈൻമെന്റ് സോണുകളും ഉൾപ്പെടുത്തിയാണ് പുതിയ തുടക്കം. വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് നിലവിൽ സൂ സന്ദർശിക്കാനായി എത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി പൂട്ടിയിട്ട റിയാദ് സൂ വീണ്ടും തുറന്നിരിക്കുകയാണ്. നിരവധി പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തുടക്കം. 170 ഇനങ്ങളിലായി 1600 മൃഗങ്ങളാണ് നിലവിൽ മൃഗശാലയിൽ ഉള്ളത്. മൃഗങ്ങൾക്കായി അവയുടെ ആവാസ പരിസ്ഥിതി ഒരുക്കുന്ന 6 സോണുകളുണ്ട് ഇവിടെ. ആനകളെയും ജിറാഫുകളെയും വളരെ അടുത്തു കാണാനും അവയ്ക്ക് ഭക്ഷണം നൽകാനുമുള്ള സൗകര്യം പുതിയ സൂവിൽ ഒരുക്കിയിട്ടുണ്ട്. ശില്പശാലകൾ, വിദ്യാഭ്യാസ പരിപാടികൾ, ലൈവ് ഷോകൾ, സർക്കസ്, മാജിക്, പെയിന്റിംഗ്, സംഗീത പരിപാടികൾ തുടങ്ങിയവ സൂവിൽ ആസ്വദിക്കാം. കുട്ടികൾക്ക് മാത്രമായി പ്രത്യേക കളിസ്ഥലങ്ങളും തയ്യാറാണ്. ഫുഡ് ട്രക്കുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും സജ്ജമാണ്. ഒരേ സമയം 12,000 സന്ദർശകരെ നിലവിലെ മൃഗശാലക്ക് ഉൾക്കൊള്ളാനാകും. ആയിരത്തി 1987 സൂ നിർമ്മിക്കുന്നത്. ഭരണാധികാരികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു അന്ന്. പിന്നീടാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ 5 വരെയും വെള്ളി ഉച്ചയ്ക്ക് 1 മുതൽ 5 വരെയുമാണ് പ്രവേശനം. വി ബുക്ക് ആപ്പ് വഴി സൗജന്യമായി എൻട്രി പാസുകൾ കരസ്ഥമാക്കാം. കുടുംബത്തോടൊപ്പം ഈ തണുപ്പുകാലം ആസ്വദിക്കാനുള്ള അവസരമാണ് പുതുതായി സജ്ജീകരിച്ച റിയാദ് സൂ സന്ദർശകർക്ക് വാഗ്ദാനം നൽകുന്നത്. തണുപ്പേറിയതോടെ സൗദിയിലെ വിനോദ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ഒമാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉടൻ തുറക്കും. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൈതൃക ടൂറിസം മന്ത്രാലയം മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ
അൽഹജർ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ 4.2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഗാർഡൻ. 1407 ഇനം പ്രാദേശിക ചെടികളാണ് ഗാർഡനിൽ സംരക്ഷിക്കപ്പെടുക. മേഖലയിലെ പരിസ്ഥിതി ടൂറിസത്തിന്റെയും പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന്റെയും ഒരു പ്രധാന ചാലകശക്തിയായും ഗാർഡൻ മാറും. ഒമാനിൽ മാത്രം കാണപ്പെടുന്ന 20 ഇനം സസ്യങ്ങളുടെ കണ്ടെത്തൽ ഉൾപ്പെടെ 100 കണക്കിന് തദ്ദേശീയ സസ്യങ്ങളെ രേഖപ്പെടുത്തുകയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവേഷണം, വിദ്യാഭ്യാസം, വിനോദം, സന്ദർശകാനുഭവം എന്നിവയ്ക്കായുള്ള സമഗ്രമായ ഒരു ലക്ഷ്യസ്ഥാനമായി ഉദ്യാനം മാറിയേക്കും. തുറന്ന കളിസ്ഥലങ്ങൾ, പരിപാടികൾക്കായുള്ള ഇടങ്ങൾ എന്നിവയ്ക്കൊപ്പം ഒമാനിലെ ആദ്യത്തെ കേബിൾ കാർ സവാരിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതും ആവശ്യമായ എല്ലാ സസ്യങ്ങളും നൽകുന്നതുമായ നഴ്സറിയാണ് ഉദ്യാനത്തിലെ ഒരു പ്രധാന ഘടകം. ഗാർഡനിലേക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അൽഖൂദ് വില്ലേജ് റോഡിൽ 1.4 കിലോമീറ്റർ 2 വരിപ്പാത തുറന്നിട്ടുണ്ട്. ഈ റോഡിൽ ഓരോ ദിശയിലും 2 പാതകൾ, നടപ്പാതകൾ, സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് മറ്റു മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. 54ാമത് ദേശീയ ദിനം സമുചിതമായി ആഘോഷിച്ച് ബഹ്റൈൻ ജനത. സാഖിർ പാലസിൽ നടന്ന ചടങ്ങിൽ ഹമ്മദ് രാജാവ് ദേശീയ ദിന സന്ദേശം നൽകി. രാജ്യത്തെങ്ങും ആഘോഷ പരിപാടികൾ തുടരുകയാണ്. സമാധാനത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്ന പതാക, അത് നെഞ്ചോട് ചേർത്ത് സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ജനത, ബഹ്റൈൻ എന്ന വികാരത്തെ ചേർത്തുപിടിക്കുന്ന ഭരണാധികാരികൾ, ഔദ്യോഗിക ഉപചാരങ്ങളും ചടങ്ങുകളും. ആഴ്ചകൾക്ക് മുമ്പേ രാജ്യം അണിഞ്ഞൊരുങ്ങി കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. എല്ലാ കോണുകളിലും ആവേശം നിറച്ചുകൊണ്ട് അങ്ങനെ ബഹ്റൈൻ 54ാമത് ദേശീയ ദിനം സമുചിതമായി ആഘോഷിച്ചു. സാഖിർ പാലസിൽ വെച്ച് നടന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ദേശീയ ദിന സന്ദേശം പങ്കുവച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ രാജകുടുംബാംഗങ്ങളും വിശിഷ്ട വ്യക്തികളും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരും പങ്കെടുത്തു. രാജകൊട്ടാരത്തിൽ പൗരപ്രമുഖരുമായും സൈനിക മേധാവികളുമായും ഹമദ് രാജാവ് കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ വിജയത്തിനും സമൃദ്ധിക്കും മികച്ച സംഭാവനകൾ നൽകിയവർക്ക് ചടങ്ങിൽ വെച്ച് മെഡലുകൾ സമ്മാനിച്ചു. ബഹ്റൈൻ പതാകകളേന്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയും ബഹ്റൈൻ പൗരന്മാരോടൊപ്പം പ്രവാസികളും ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേർന്നു. പ്രവാസി കൂട്ടായ്മകൾ സംഘടനാ ആസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാർന്ന ദേശീയ ദിന പരിപാടികൾ ഒരുക്കി. കരിമരുന്ന് പ്രയോഗവും കലാപരിപാടികളും രാജ്യത്തെ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ദേശീയ ദിനമെന്നാൽ ബഹ്റൈനെ സംബന്ധിച്ച് ഉത്സവമാണ്. സ്വദേശിയെന്നോ പ്രവാസിയെന്നോ വ്യത്യാസമില്ലാതെയാണ് വലിയൊരു ജനസമൂഹം ഈ ദിവസത്തെ കൊണ്ടാടുന്നത്. ബഹ്റൈനിലെ മനാമയിൽ നിന്ന് റീജ നൂർദീനൊപ്പം ഷെഫി ഷാജഹാൻ, മീഡിയ 1. വിപുലമായ ദേശീയ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി ഖത്തർ. രാജ്യത്തിന്റെ ഐക്യവും പൈതൃകവും വിളംബരം ചെയ്യുന്ന ആഘോഷങ്ങൾക്കാണ് രാജ്യം ഒരുങ്ങുന്നത്. നിങ്ങളാൽ ഉയർച്ച, നിങ്ങളിൽ പ്രതീക്ഷ എന്നതാണ് ഈ വർഷത്തെ ആഘോഷത്തിന്റെ മുദ്രാവാക്യം. ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് ഖത്തർ ദേശീയ ദിനം. ആഘോഷങ്ങളുടെ ഭാഗമായി ദോഹ കോർണിഷിൽ വ്യാഴം രാവിലെ ദേശീയ ദിന പരേഡ് നടക്കും. പരേഡ് കാണാൻ പതിവ് പോലെ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. രാവിലെ 5 മുതൽ 7:30 വരെയാണ് പ്രവേശന സമയം. 9-ന് പരേഡ് ആരംഭിക്കും. പൗരന്മാരെയും താമസക്കാരെയും പരേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആഘോഷ പരിപാടികളിൽ പരേഡ് തിരിച്ചെത്തുന്നത്. വ്യാഴാഴ്ച രാജ്യത്ത് അമീരി ദിവാൻ അവധി പ്രഖ്യാപിച്ചു. വാരാന്ത്യ അവധി കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇനി പ്രവൃത്തി ദിനം. പൊതുസുരക്ഷ കണക്കിലെടുത്ത് 16 മുതൽ 19 വരെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ഷെറാട്ടൺ ഹോട്ടൽ വരെ സമുദ്ര ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് നേരത്തെ ദർബ് അൽ സായിൽ ഔദ്യോഗിക തുടക്കം കുറിച്ചിരുന്നു. ഡിസംബർ 20 വരെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും. മീഡിയ 1 ദോഹ. സ്വകാര്യ റെസിഡൻഷ്യൽ മേഖലകളിലെ ബേസ്മെന്റുകൾ പൊതുസേവന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പുതിയ നിർദ്ദേശം കുവൈറ്റ് മുനിസിപ്പൽ കൗൺസിൽ അവതരിപ്പിച്ചു. കൗൺസിൽ അംഗങ്ങളായ ഫഹദ് അൽ അബ്ദുൽ ജാദർ, എഞ്ചിനീയർ ഇസ്മായിൽ ബേബേവാനി, സൗദ് അൽ കന്ദരി എന്നിവരാണ് നിർദ്ദേശം സമർപ്പിച്ചത്. ക്ലിനിക്കുകൾ, സർക്കാർ സ്കൂളുകൾ, സമാനമായ പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പാർക്കിംഗ് ഷെൽട്ടറുകൾ, പ്രത്യേക സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ബേസ്മെന്റുകൾക്ക് ലൈസൻസ് നൽകാനാണ് നിർദ്ദേശം. പരിമിതമായ ഭൂമി ലഭ്യതയും ഉയർന്ന ജനസാന്ദ്രതയും കാരണം പൊതുസേവനങ്ങളിൽ വർദ്ധിച്ച സമ്മർദ്ദമാണ് നിർദ്ദേശത്തിന് പിന്നിലെ കാരണം. നിലവിലുള്ള സ്ഥലങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാനാകുമെന്ന് കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. ഭക്ഷ്യ ട്രക്ക് ഉടമകൾ സ്മാർട്ട് ലൈസൻസുകൾ നേടണമെന്ന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം. കൊമേഴ്ഷ്യൽ രജിസ്ട്രി പോർട്ടൽ വഴി സ്മാർട്ട് ലൈസൻസ് കൈപ്പറ്റി
കാർട്ടുകളിൽ പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. സ്മാർട്ട് ലൈസൻസിലൂടെ എല്ലാ നിയന്ത്രണാനുമതികളും ഉൾപ്പെടുകയും ഇലക്ട്രോണിക് പരിശോധന സാധ്യമാവുകയും ചെയ്യുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡിസംബർ 31-നകം നിർദ്ദേശം പാലിക്കാത്ത ലൈസൻസ് ഉടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി പ്രത്യേക നടപടികളുമായി കുവൈത്ത്. ഇലക്ട്രോണിക് തട്ടിപ്പ്, ബാങ്ക് വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ബാങ്കിംഗ് അഫയേഴ്സ് പ്രോസിക്യൂഷൻ ഓഫീസ് സ്ഥാപിക്കും. സാമ്പത്തിക ഇടപാടുകളുടെ വേഗത്തിലുള്ള ഡിജിറ്റലൈസേഷന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബാങ്കിംഗ് മേഖലയിലെ പൊതുജന വിശ്വാസം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കുറ്റകൃത്യ പ്രവണതകൾ വിലയിരുത്തുന്ന പഠനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കും. ഓഫീസ് അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 2 പ്രവാസി സഹോദരന്മാരുടെ വോട്ട് മലപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഇവിടെ 7-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് വെറും 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇതോടെ ഷാർജയിൽ നിന്ന് നാട്ടിലെത്തി വോട്ട് ചെയ്ത് മടങ്ങിയ 2 പ്രവാസി സഹോദരന്മാർ ഈ നാട്ടിലെ ഇലക്ഷൻ താരങ്ങളായി മാറി. ഏറെ വിലപ്പെട്ട ആ 2 വോട്ടുകൾ രേഖപ്പെടുത്തിയ സഹോദരങ്ങളെ പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പച്ചില്ലത്ത് സുഹറാബി എന്ന UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത് വെറും 2 വോട്ടിനാണ്. ആ വിലപ്പെട്ട 2 വോട്ട് ഇപ്പോൾ ഷാർജയിലുണ്ട്. ഇവരാണ് ഷാർജയിൽ നിന്ന് വിമാനം പിടിച്ചുപോയി നാട്ടിലെത്തി വോട്ട് ചെയ്ത് സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. ഇവിടെ കഫ്തീരിയ എത്തുന്ന സുബൈറും അതേപോലെ തന്നെ ദേവയിൽ ജോലി ചെയ്യുന്ന മൊയ്തീൻ കുട്ടിയും. എന്നാണ് നാട്ടിലേക്ക് പോകുന്നതും വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരുന്നതൊക്കെ? ഞങ്ങൾ 5-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അവിടെ പ്രവർത്തനം പരമാവധി ഞങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങൾ മാത്രമെന്നല്ല, ഞങ്ങളതൊക്കെ ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങളെ പ്രവർത്തകർ അവിടെ അധ്വാനം നടത്തിയത് ചില്ലറൊന്നുമല്ല. ഓരോ പ്രവർത്തകരും കഴിഞ്ഞ പ്രാവശ്യം 142 വോട്ടിന് LDF ജയിച്ചതാണ്. അത് തിരിച്ചെടുക്കുക എന്ന് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ തീരുമാനമെടുത്ത. വിമാന ടിക്കറ്റിന് മാത്രം 45,000-ലേറെ രൂപ ചെലവിട്ടാണ് ഈ സഹോദരങ്ങൾ നാട്ടിലെത്തിയത്. ഒരു 50-55 അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിലയേറിയ വോട്ടാണ്. ഇവരുടെ വീട്ടിലെ 6 സഹോദരങ്ങളും പ്രവാസികളാണ്. 5 പേർ UAE-യിലും ഒരാൾ സൗദിയിലും. എല്ലാവരും സജീവ KMCC പ്രവർത്തകർ. ഇലക്ഷന് വീറും വാശിയൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ മികച്ച സൗഹാർദ്ദം നിലനിൽക്കുന്ന നാടാണ് തങ്ങളുടേതെന്ന് പറയുന്നു ഈ സഹോദരങ്ങൾ. പ്രവാസികൾക്ക് അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് വോട്ട് ചെയ്യാൻ അവസരം നൽകിയാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറും എന്നതിൻ്റെ തെളിവാണ് ഈ പ്രവാസികളുടെ സ്വാധീനം. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 963 തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ഹമ്മദ് രാജാവ്. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്നവരും ശിക്ഷാ കാലാവധിയുടെ നിശ്ചിത ഭാഗം പൂർത്തിയാക്കിയവരുമാണ് മോചിതരാകുന്നത്. തടവുകാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് പുതിയ ജീവിതം തുടങ്ങുന്നതിനും അവസരം നൽകുകയാണ് പൊതുമാപ്പ് നൽകുന്നതിലൂടെ ബഹ്റൈൻ പങ്കുവയ്ക്കുന്ന സന്ദേശം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ് മത്സരമായ ഡാക്കർ റാലിക്കായുള്ള തയ്യാറെടുപ്പുകൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുകയാണ്. ജനുവരി 3-ന് തുടങ്ങുന്ന റാലി 17-ന് സമാപിക്കും. യാംബുവിൽ നിന്നാണ് ഡാക്കർ റാലി തുടക്കം കുറിക്കുന്നത്. ഇതിന് മുന്നോടിയായി വാഹനങ്ങൾ എത്തിച്ചു തുടങ്ങി. റാലിയിൽ പങ്കെടുക്കുന്ന വാഹനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും യാംബുവിലെ കിങ് ഫഹദ് വ്യവസായ തുറമുഖത്ത് എത്തിച്ചേർന്നു. ജനുവരി 3-ന് യാംബുവിൽ നിന്നാണ് ഡാക്കർ റാലി തുടങ്ങുന്നത്. 17-ന് യാംബുവിൽ തന്നെ സമാപിക്കും. സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന റാലി ഏകദേശം 8,000 കിലോമീറ്റർ പിന്നിടും. അൽ ഊല,
ഹായിൽ, റിയാദ്, വാദിയ ദവാസിർ, ബിഷ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുക. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ MT ക്വാർട്ടർ മരുഭൂമി ഒഴിവാക്കി പുതിയ റൂട്ടിലാണ് ഡാക്കർ റാലി. 69 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം മത്സരാർത്ഥികളാണ് ഈ സാഹസിക യാത്രയിൽ പങ്കെടുക്കുക. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. കുവൈത്ത് പ്രവാസിയായ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ഏഷ്യൻ MMA ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ. ഇഷാഖ് ഇംതിയാസാണ് നേട്ടത്തിന് അർഹനായത്. ലബനനിലെ ജൌനയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് നേട്ടം കൈവരിച്ചത്. മംഗഫിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് 13 വയസ്സുള്ള ഇഷാഖ്. യൂത്ത് അണ്ടർ 14 വിഭാഗത്തിലാണ് ടീം ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. 52 കിലോഗ്രാം വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇഷാഖ് ഫൈനൽ വരെ എത്തി. ഫൈനൽ മത്സരത്തിൽ നേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് സ്വർണ്ണ മെഡൽ നഷ്ടമായത്. മീഡിയ 1 നിർമ്മിതി പുരസ്കാർ വിതരണം ചെയ്തു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പത്മശ്രീ G ശങ്കർ ഉൾപ്പെടെയുള്ള 11 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് പുതിയ നിർമ്മാണ രീതികൾ ചർച്ച ചെയ്യാൻ മീഡിയ 1 തയ്യാറാകണമെന്ന് സ്പീക്കർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ആദ്യ മീഡിയ 1 നിർമ്മിതി പുരസ്കാർ വിതരണം. നിർമ്മാണ മേഖലയിൽ നിസ്തുല സേവനങ്ങൾ കേരളത്തിന് നൽകിയ പത്മശ്രീ G ശങ്കർ ഉൾപ്പെടെ 11 പേർ സ്പീക്കർ AN ഷംസീറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ദി ഗ്രീൻ ആർക്കിടെക്ചർ പയനീർ അവാർഡ് ഏറ്റുവാങ്ങാനെത്തുന്നു കേരളത്തിന്റെ സ്വന്തം ആർക്കിടെക്ട് പത്മശ്രീ ഡോക്ടർ G ശങ്കർ. ഏറ്റുവാങ്ങുന്നു മിസ്റ്റർ സുനിൽ കുമാർ V, ദി ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് Asset Homes. Media 1 Nirmati Puraskar for the best Temco Technology 3-layer TMT Steel Bars Award goes to Minar Group of Companies. നിർമ്മാണ മേഖലയിൽ ആദ്യമായാണ് ഒരു ടെലിവിഷൻ ചാനൽ പുരസ്കാരങ്ങൾ നൽകുന്നതെന്ന് AN ഷംസീർ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മറികടക്കാനുള്ള സാധ്യതകൾ കൂടി പുതിയ കാലത്തെ നിർമ്മാണ മേഖല പരിശോധിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. ക്ലൈമറ്റ് അങ്ങേയറ്റം വൾണറബിളായ ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ സ്റ്റേറ്റിലെ വൾണറബിളായ ക്ലൈമറ്റുള്ള ഈ സംസ്ഥാനത്ത് നിർമ്മാണ മേഖലക്കകത്ത് അതിനെ കൂടി ഓവർകം ചെയ്യത്തക്ക നിലയിലുള്ള നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, സാങ്കേതിക വിദ്യയെക്കുറിച്ച്. ആ ടെക്നോളജി എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും, ആ ടെക്നോളജി എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. PC വിഷ്ണുനാഥ് MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇനി ഏത് പദ്ധതി ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നാലും കേരളത്തിന്റെ പരിസ്ഥിതിക്ക് കൂടി അനുകൂലമാകുമോ എന്നതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതുതരം നിർമ്മാണമാണെങ്കിലും കേരളത്തിൽ ഇനി പ്രായോഗികമാക്കാൻ കഴിയുള്ളൂ, പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. സാമൂഹ്യ സാംസ്കാരിക വ്യാപാര വ്യവസായ രംഗങ്ങളിലെ പ്രമുഖർ അടങ്ങുന്നതായിരുന്നു സദസ്സ്. മീഡിയ 1 ഡയറക്ടർ വയലാർ ഗോപകുമാർ, CEO മുഷ്താഖ് അഹമ്മദ്, എഡിറ്റർ പ്രമോദ് രാമൻ, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ദേവസ്വം കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിനിടയിലായിരുന്നു സംഭവം. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, എപ്പോഴായിരുന്നു സംഭവം? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് ക്ഷേത്രത്തിൽ കൊമ്പൻ ഇടഞ്ഞത്. ദേവസ്വം കൊമ്പനായ ശ്രീധരനാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങിനിടയിലാണ് സംഭവം നടന്നത്. ഇപ്പോൾ ആന ക്ഷേത്രത്തിനകത്ത് വിളക്കെഴുന്നള്ളിപ്പിന്റെ ഭാഗത്ത് മാറി നിൽക്കുകയാണ്. ആനയെ തളച്ചിട്ടില്ല. തളയ്ക്കാനായി കൂടുതൽ പാപ്പാന്മാർ, ദേവസ്വത്തിന്റെ കീഴിലുള്ള പാപ്പാന്മാരുടെ സംഘം ഈ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ചില വിശ്വാസികളും ഭക്തരും ഈ ചടങ്ങിൽ പങ്കെടുത്തവരുമാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെയൊക്കെ തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശരി നടരാജ്. വീണ്ടും ഗൾഫ് വാർത്തകളിലേക്ക്. UAE കെട്ടിട നിർമ്മാണ മേഖലയിൽ ശ്രദ്ധേയരായ സാദ് പ്രീകാസ്റ്റിന്റെ പുതിയ ഫാക്ടറി ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് സാദ് 3ാമത്തെ ഫാക്ടറി തുറന്നത്. ഗൾഫിലെ പ്രമുഖ ഡെവലപ്പർമാർക്കൊപ്പം കഴിഞ്ഞ 20 വർഷത്തിനിടെ 6000 പ്രൊജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കിയ സ്ഥാപനമാണിത്. മറ്റ് GCC രാജ്യങ്ങളിലേക്ക് കൂടി സാദ് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് സംരംഭകർ പറഞ്ഞു. സാദ് റെഡിമിക്സ്, സാദ് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് എന്നീ സ്ഥാപനങ്ങളിലായി ഗ്രൂപ്പിന് കീഴിൽ 14 രാജ്യങ്ങളിലെ 300-ലേറെ ജീവനക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ.
കുവൈത്തിലെ ഫർവാനിയ ഗവർണറേറ്റിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ശൈത്യകാല വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. ഗവർണർ ഷെയ്ഖ് അദ്ബി നാസർ അൽ അദ്ബി അസബാഖിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. ഷാർജയിൽ പിറ്റ്പോർട്ട് ക്ലബ് എന്ന പേരിൽ മലയാളികളുടെ വ്യായാമ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂളിൽ ലോക കേരള സഭാംഗം ഷെരീഫ് കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അംശാദായ കുടിശ്ശികയുടെ പേരിൽ പ്രവാസികളുടെ പെൻഷൻ റദ്ദാക്കുന്ന നടപടി സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ബഹ്റൈൻ KMCC. ചെറിയ തുകകൾ കുടിശ്ശിക വരുത്തുന്നതിന്റെ പേരിൽ പ്രവാസികളെ പെൻഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും KMCC. കുവൈത്തിലെ ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ അബാസിയ മേഖലകളിൽ ജനറൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പയിൻ. അഗ്നിസുരക്ഷാ ചട്ടങ്ങളും പ്രതിരോധ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായാണ് പരിശോധന. ഷാർജ വ്യവസായ മേഖലയിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വ്യവസായ മേഖല 6 സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. വെയർഹൌസ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ കത്തിനശിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു. ഷാർജ സിവിൽ ഡിഫൻസും പോലീസും തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായം സംബന്ധിച്ച് റിപ്പോർട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ കാണാൻ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കിണറ്റിലിറങ്ങി വൈറലായ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്ത് 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥി AT ഉസ്മാനാണ് വിജയിച്ച ശേഷം കിണറ്റിലിറങ്ങി ചെന്ന് അഭിനന്ദനം അറിയിച്ചത്. വോട്ടർമാർക്ക് ലഡു വിതരണം നടത്തിയപ്പോഴാണ് കൂട്ടുകാരൻ കിണറ്റിൽ തന്നെ ഉണ്ടായിരുന്നത്. വീണ്ടും ലഡുവുമായി കിണറ്റിലിറങ്ങി ഉസ്മാൻ കൂട്ടുകാരനെ കാണുകയായിരുന്നു. കിണറ്റിലിറങ്ങി ആഹ്ലാദം പങ്കിട്ട മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഉസ്മാനാണ് ഇപ്പോൾ. നേരത്തെ കിണറ്റിലിറങ്ങിയിട്ടുണ്ടോ? നേരത്തെ കിണറ്റിലിറങ്ങിയതായിട്ട് ഇടക്കിടക്ക് ഇറങ്ങലുണ്ട്, അല്ലാതെ ആദ്യത്തിലിറങ്ങി ഇപ്പൊ ഇറങ്ങിയിട്ട് പറയാനാണ്. അല്ല, ഈ പെട്ടെന്ന് ഇതിൽ എങ്ങനെ ഇറങ്ങാൻ തോന്നി? ഞങ്ങൾ ആവേശത്തിന്റെ പുറത്തിറങ്ങിയതാണ്. പുള്ളി എങ്ങനെ പ്രചരണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു? കൂടെ ഉണ്ടായിരുന്നു. വീട് കയറാനും സജീവമായിട്ട് നമ്മളെ പ്രവർത്തകനായിരുന്നു. നമ്മൾ പ്രചരണം വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ ആശീർവാദം കൊടുത്തിങ്ങനെ വരുന്ന സമയത്താണ് പ്രവർത്തകൻ പറയുന്നത് ഷാബ് കിണറ്റിന്റെ ഒന്നും നോക്കിയാൽ കിണറ്റിൽ കയറി. ഇത്ര സജീവമായിട്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ കിണറ്റിലല്ല ഇനി വേറെ എവിടെയാണെങ്കിലും അവിടെ ചെന്നിട്ട് കാണും, അഭിനന്ദിക്കും, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള അതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ക്വാളിറ്റി. കൂടെ നിൽക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ പോയി കാണും. അതിപ്പോ ഇപ്പൊ വിജയിച്ചല്ലോ, ഇനിയിപ്പോ ആളുകൾ ആണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും കൂടെ ഉണ്ടാവും. വോട്ടർമാരെ കൂടെ സദാസമയം ഉണ്ടാവും. എപ്പോഴും ലൈവലുണ്ടാവും. അതിപ്പോ എവിടെയാണെങ്കിലും ഇതുപോലെ അവരെ കൂടെ ഉണ്ടാവും. ഓക്കെ. ഏതായാലും ഇപ്പം ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി. എന്താ തോന്നുന്നത്? വീഡിയോ ഞാൻ വൈറലാവുന്ന വിചാരിച്ച് ഇറങ്ങിയതല്ലോ, യാദർശികമായിട്ട് നമ്മൾ ഇറങ്ങിയതാണല്ലോ. അത് വൈറലായി അങ്ങനെ കത്തിപ്പൊന്നി. വീഡിയോ എടുത്ത ആള് ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പ്രവർത്തകന്മാരെന്നോട് പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഷാബുക കിണറ്റിലാണെങ്കിൽ കിണറ്റിലെത്തിയിട്ട് നന്ദി പ്രകടിപ്പിക്കൽ എപ്പോഴും എല്ലാ സമയത്തും ഞങ്ങളുടെ ഇവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് AK അബ്ദുറഹ്മാൻ ഹാജി, ഒന്ന് നാസർ മീഞ്ചറ, ഒന്ന് ഷിയാബുക്ക. ഇവര് 3 പേരും സദാസമയം രാപ്പകലില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. റിസൾട്ട് വന്ന സമയത്ത് മൂപ്പര് ജോലിയിലായി പോയി. അത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അതാണ് ഇപ്പൊ കണ്ടില്ലേ, ആഹ്ലാദം പങ്കിടാൻ പോലും സമയമില്ലാതെ ജോലിയിൽ ഏർപ്പെട്ട ആളെ ഇങ്ങോട്ട് വന്ന് അഭിനന്ദിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിന്റെ ക്വാളിറ്റി അല്ലേ. ഏതായാലും സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിനിടെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഒരു പള്ളിയുടെ കിണറാന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ജോലി തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ജോലിയിലായതുകൊണ്ട് തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ ഈ വിജയം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളെ ജോലി സ്ഥലത്ത്, അത് കിണറാണെങ്കിൽ കിണറിൽ അവിടെ ഇറങ്ങി കണ്ട് വിജയാഹ്ലാദം പങ്കിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പോൾ ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. കേരള വാർത്തകൾ ചുരുക്കത്തിൽ.
തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ CPM വാദം തള്ളി CPI. ശബരിമല വിവാദം എതിരാളികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്ന് CPI. ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് അകന്നോ എന്നത് പരിശോധിക്കണമെന്നും CPI എക്സിക്യൂട്ടീവ്. വാർത്താക്കുറിപ്പിറക്കിയത് പ്രതീക്ഷിച്ച വിജയമോ വലിയ തോൽവിയോ ഇല്ലെന്ന LDF യോഗത്തിലെ വിലയിരുത്തലിന് പിന്നാലെ. VC നിയമനത്തിൽ സമവായത്തിലെത്തി സർക്കാരും ഗവർണറും. KTUവിൽ ഗവർണറുടെ നോമിനിയായ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥിനെയും നിയമിച്ചു. വയനാട് പച്ചിലക്കാട് ഇറങ്ങിയ കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുന്നു. കടുവ വീണ്ടും പനമരത്തെ വയലിലെത്തി. ദൃശ്യങ്ങൾ മീഡിയ 1. പ്രദേശത്ത് നാളെയും സ്കൂളുകൾക്ക് അവധി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ചോദ്യവുമായി ഹൈക്കോടതി. സ്വർണം പൊതിഞ്ഞതിന് രേഖയുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി. രേഖയില്ലെന്ന് ജാമ്യ ഹർജിയിൽ N. വാസു. മുൻ പ്രസിഡന്റ് N. പ്രശാന്തിന്റെ മൊഴിയെടുക്കും. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ. കിഫ്ബി മസാല ബോണ്ട് ഇടപാട് കേസിൽ സർക്കാരിന് ആശ്വാസം. ED നോട്ടീസിന് ഹൈക്കോടതി സ്റ്റേ. 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തത് കിഫ്ബി ഹർജി ഫയലിൽ സ്വീകരിച്ചു. പോറ്റിയെ കയറ്റിയ പാട്ടിനെതിരെ DGPക്ക് പരാതി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ടിനെ വികലമാക്കിയെന്ന് പരാതിക്കാരൻ. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിൽ. ഡോളറിന് 91 രൂപയിലെത്തി. മൂല്യം ഇടിയുന്നത് തുടർച്ചയായ 15ാം ദിവസം. ബംഗാൾ SIR പട്ടിക പ്രസിദ്ധീകരിച്ച് 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത്. 24 ലക്ഷം പേർ മരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്രവാദം.